പച്ച വിരിച്ചു നിൽക്കുന്ന പ്രകൃതിയെ കാണാൻ എന്തു രസമാണ്. ഈ പച്ചപ്പ് നമ്മുടെ വീട്ടിലേക്ക് കൂടി കൊണ്ടുവന്നാലോ? ആ ഒരു ഐഡിയയുമായിട്ടാണ് ഇന്നത്തെ വീഡിയോ. നമ്മുടെ മഴക്കാലത്തൊക്കെ മതിലുകളിൽ ഇങ്ങനെ പച്ച വിരിച്ചു നിൽക്കുന്ന ഒരു സംഭവമുണ്ട്. അതെന്താണെന്നറിയാമോ? നമ്മുടെ പായൽ. ഇത് വെച്ചൊരു സംഗതി ഉണ്ടാക്കാൻ പറ്റും. ഇത് ജപ്പാനീസുകാരാണ് അവരുടെ വീട്ടിലിങ്ങനെ ഓക്സിജനും പിന്നെ ഡെക്കറേറ്റിങ്ങിനൊക്കെ ആയിട്ട് വെക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പേരാണ് കൊക്കെഡാമ. ഇത് നമ്മൾ വീട്ടിൽ ഓക്സിജനും പിന്നെ ഇത് ട്രെൻഡിങ് ആയിട്ട് വരുന്നൊരു ഐറ്റമാണിത്. ഇത് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇതൊരു ഭൂമിയെ പോലെ ഇരിക്കും. അപ്പോൾ നമുക്കിത് ഉണ്ടാക്കേണ്ട രീതിയിലേക്ക് കടന്നാലോ? അപ്പോൾ ലെറ്റ്സ് മൂവ് ടു ദ വീഡിയോ. അപ്പം നമ്മുടെ കൊക്കോഡാമയ്ക്ക് വേണ്ടി മണ്ണ്, ചാണകപ്പൊടി, ചകിരിച്ചോറ് ഇതെല്ലാം ഈക്വലായിരിക്കണം. ഇനി ഇതെല്ലാം കൂടിയിട്ട് ഒരു പ്ലാസ്റ്റിക് കവറിലിട്ട് ഞാൻ കുഴയ്ക്കാൻ പോവാണ്. പിന്നെ ഇതിൻ്റെ കൂടെ ഞാൻ ഒരു വേറെ ഫെർട്ടിലൈസർ ചേർക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് വെള്ളമൊഴിച്ച് നമുക്കത് കുഴച്ചെടുക്കാം. എടുത്തു. കുറച്ച് വെള്ളം കൂടിപ്പോയി, ഇതാകെ പ്ലീ ആയി. ഇത്രയൊന്നും വെള്ളം ആവശ്യമില്ല. അപ്പോൾ അധികം വെള്ളം ആക്കാണ്ട് ഒന്ന് ഉരുട്ടാൻ പറ്റുന്ന രീതിയിൽ നിങ്ങൾ കുഴച്ചാൽ മതി. ഇതാണ് നമ്മുടെ കൊക്കോഡാമ. ഒരു ഭൂമിയിൽ നിന്ന് ഇങ്ങനെ ചെടി മുളച്ച് വന്ന പോലെയൊക്കെ ഇല്ലേ. അപ്പോൾ നമുക്ക് മേക്കിങ്ങിലേക്ക് അടക്കാം. ഇത് ഞാൻ നേരത്തെ കുഴച്ച് വെച്ചാണ്. മണ്ണ്, ചാണകപ്പൊടി പിന്നെ ചകിരിച്ചോറും എല്ലാം 1:1 റേഷ്യോയിലാണ് എടുക്കേണ്ടത്. എല്ലാം ഈക്വൽ എമൗണ്ട് ആയിരിക്കണം. അപ്പോൾ ഒന്ന് ഉണ്ടാക്കുക, റൗണ്ടാക്കിയിട്ട്. ഇപ്പോൾ റൗണ്ടായിട്ടുണ്ട്. ഞാൻ നീളത്തിൽ കീറി വെച്ച തുണികളുണ്ട്. അപ്പോൾ ചെടി നടാം നമുക്ക്. ഞാൻ ഇങ്ങനത്തെ ഒരു പ്ലാന്റാണ് യൂസ് ചെയ്യുന്നത്. ചെറുതായിട്ട് ഓട്ടയൊക്കെ ഇട്ട് കൊടുക്കാം. ആകെ പൊട്ടിപ്പോയി, എന്നാലും നമുക്ക് നന്നായി കുഴച്ചെടുക്കാം. ഈ തുണി ചുറ്റാം. ഇതാ ഷേപ്പിന് വേണ്ടിയിട്ടാണ് നമ്മൾ തുണി ചുറ്റുന്നത്. വേണമെങ്കിൽ ഒറ്റ തുണി എടുത്ത് കെട്ടാം. പക്ഷെ ഒരു ഷേപ്പ് ഉണ്ടാവുമോ എന്നൊരു ആ കെട്ടേൻ്റെ ആ ഭാഗം കാണുമോയെന്ന് ഇതാക്കിയിട്ടാണ് ഞാൻ കുറച്ച് കീറിയ തുണി എടുത്തത്. ഒന്നും കൂടെ ഒന്ന് ടൈറ്റായി കെട്ടാം.
അപ്പം നമ്മുടെ കൊക്കോഡാമ്പ അവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ പാല് വെച്ച് തുടങ്ങാം. ഒരു സൈഡ് ചെയ്തിട്ട് പിന്നെ നൂല് ചുറ്റിയാൽ മതി. നേരം പോലെ നിൽക്കാൻ വേണ്ടിയിട്ടാണ് നൂല് ചുറ്റുന്നത്. തുണിയുടെ മേലെ നിൽക്കണ്ടേ, അപ്പോൾ അതിനാണ് നമ്മൾ തുണി ചുറ്റുന്നത്. ഞാൻ ഈ തുണിയിൽ കുറച്ച് കട്ടിയുള്ള നൂല് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് വേണ്ടി സാധാ ഇങ്ങനത്തെ നൂല് ഉപയോഗിക്കാം. അപ്പം എൻ്റെ കയ്യിൽ കുറച്ച് കട്ടിയുള്ളതാണ് കേട്ടോ. ഇതാ, നമ്മുടെ ലാസ്റ്റ് പീസാണ്, നമുക്ക് വെക്കാം. നമ്മുടെ അവസാനത്തെ പീസ് വെച്ചു. കാണാത്ത വിധം ഒരു നൂല് വെച്ച് കെട്ടാം. അപ്പൊ അതാ കെട്ടി, ഇനി നൂല് അയക്കണം. സോ ഫ്രണ്ട്സ്, നമ്മുടെ കൊക്കഡാമ്പകൾ റെഡിയായി. അപ്പോൾ എല്ലാവരും മേക്കിംഗ് വീഡിയോ കണ്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതൊരു കാണാനൊരു ഗ്രീൻ വെൽവെറ്റ് പോലെ ഇരിക്കും. പിന്നെ രാത്രി വെക്കേണ്ട റൂമിൽ കാർബൺ ഡൈ ഓക്സൈഡ് വിടും. അപ്പോൾ വീഡിയോ എല്ലാവരും കണ്ടു വിചാരിക്കുക, ഇഷ്ടപ്പെട്ടു വിചാരിക്കുക. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ടാറ്റാ.